നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഭക്തരെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിക്കുന്ന നരസിംഹ അവതാരത്തിന്റെ പ്രത്യേകതകളാണ് ഞാൻ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഏറ്റവും കോപാകുലനായിട്ട് കാണപ്പെടുന്ന അവതാരമായിട്ടാണ് നരസിംഹ അവതാരത്തെ പറയപ്പെടുന്നത്. എന്നാൽ അതേപോലെ തന്നെ പ്രഹ്ലാദനെ സംരക്ഷിച്ചതുപോലെ തന്നെ ഭക്തരെയും അദ്ദേഹം സ്വന്തം കൈവെള്ളയിൽ സംരക്ഷിക്കുന്ന ഒരു ഈശ്വരനാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കൃതയുഗത്തിലെ 4 അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള അവതാരമായിട്ടാണ് നരസിംഹ അവതാരത്തെ പറയുന്നത്. പ്രഹ്ലാദൻ എന്നുള്ള തന്റെ ഭക്തനെ സംരക്ഷിക്കാനായിട്ട് ശത്രുസംഹാരത്തിനായിട്ട് രൂപം കൊണ്ട അവതാരമാണ് മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാരം. അതീവ കോപിഷ്ഠനായി അവതരിച്ച നരസിംഹാവതാരം അതേപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും ഭക്തജനപ്രിയനും കൂടിയാണ്. ത്രിസന്ധ്യാ നേരത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ത്രിസന്ധ്യാ നേരങ്ങളിൽ നരസിംഹ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് വളരെയേറെ വിശേഷപ്പെട്ട ഒരു ഫലം നൽകുന്നതാണ്. വളരെ കുറച്ച് ക്ഷേത്രങ്ങളെ നരസിംഹസ്വാമി ക്ഷേത്രങ്ങളായിട്ട് കേരളത്തിലുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലും വളരെ അപൂർവം ക്ഷേത്രങ്ങളെ ഉള്ളൂ. അതേപോലെ തന്നെ നരസിംഹസ്വാമിയുടെ പ്രത്യേകത നിറഞ്ഞ വഴിപാടുകളെ കുറിച്ചും നരസിംഹസ്വാമിയുടെ പ്രത്യേകതകളെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നമുക്ക് അതിനായിട്ട് തുടർന്ന് പോകാം. നരസിംഹ അവതാരത്തിന്റെ ചരിത്രവും കഥയിലേക്കും ഒന്നും ഞാൻ കടക്കുന്നില്ല, അത് എല്ലാവർക്കും അറിവുള്ളതാണ്. നമുക്ക് ഭഗവാന്റെ വിശേഷപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് പാനകം എന്ന ഔഷധക്കൂട്ട് തന്നെയാണ്. പാനകം എന്ന ഔഷധക്കൂട്ട് എങ്ങനെയാണ് ആ കൂട്ട് ചെയ്തെടുക്കുന്നത്, അതിന്റെ പ്രത്യേകതകളും മറ്റും മറ്റൊരു വീഡിയോയിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. ഭഗവാന് നിവേദ്യം പാൽപായസമാണ്. അതുപോലെ തന്നെ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത അർച്ചന തുടങ്ങിയ വഴിപാടുകളൊക്കെ ഭഗവാന് വളരെയേറെ പ്രിയങ്കരമാണ്. നേരത്തെ പ്രതിപാദിച്ചതുപോലെ നരസിംഹാവതാരം സന്ധ്യാനേരത്തായതുകൊണ്ട് തന്നെ സന്ധ്യാസമയങ്ങളിൽ നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വിശേഷ ഫലത്തെ നൽകുന്നതാണ്. പഞ്ചഭൂതങ്ങളിൽ വായു ഭഗവാന്റെ നക്ഷത്രമായിട്ടാണ് ചോതി നക്ഷത്രത്തെ പറയപ്പെടുന്നത്. ചോതി നക്ഷത്രത്തിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വിശേഷമായിട്ടാണ് കരുതപ്പെടുന്നത്. ആപത്തുകളിൽ നിന്ന് നീങ്ങാനും കടബാധ്യതകൾ ഇല്ലാതാകാനും ഐശ്വര്യം ലഭിക്കാനും ഒക്കെ ഈ ചോതി നക്ഷത്രത്തിൽ വിശേഷമായിട്ട് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉപകാരപ്രദമാകും. അപ്രകാരം ചോതി നക്ഷത്രത്തിലും അല്ലാതെയും ഒക്കെ ദർശനം നടത്തുന്ന അവസ്ഥയിൽ നരസിംഹസ്വാമിയുടെ മന്ത്രത്തെ ജപിക്കുന്നതും വളരെ വിശേഷ ഫലത്തെ നൽകുമെന്നാണ് പറയുന്നത്. ഓം ഉഗ്രവീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഓം ഉഗ്രവീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഓം ഉഗ്രവീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം എന്നാണ് നരസിംഹസ്വാമിയുടെ മന്ത്രം. ഈ മന്ത്രം ഞാൻ മുൻപ് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ചൊല്ലേണ്ട വിധവുമെല്ലാം ആ വീഡിയോയിൽ പ്രതിപാദിച്ചതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ഉടലുമായിട്ടാണ് നരസിംഹസ്വാമിയുടെ അവതാരം. നരസിംഹസ്വാമി ക്ഷേത്രങ്ങളുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒരു നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവരും ദർശനം നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട എനിക്കറിയാവുന്ന നരസിംഹസ്വാമി ക്ഷേത്രങ്ങളുടെ പേര് വിവരം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്താം. ഉഗ്രഭാവത്തിൽ കാണുന്ന കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രമാണ് ആദ്യമായി പറയാനുള്ളത്. ആലുവയിലെ എറണാകുളത്താണ് ഈ നരസിംഹസ്വാമി ക്ഷേത്രമുള്ളത്. അതുപോലെ തന്നെ തുറവൂർ ക്ഷേത്രത്തിലും 2 ശ്രീകോവിലാണുള്ളത്. അതിൽ ഒന്നിൽ നരസിംഹസ്വാമി മൂർത്തിയാണ് അവതരിച്ചിരിക്കുന്നത്. അതിന്റെ ചരിത്രങ്ങളും മറ്റും കൂടുതലായിട്ട് വിശേഷമായിട്ട് പറയുന്നില്ല. വാരണാസിയിൽ നിന്ന് നേരിട്ട് നരസിംഹ ചൈതന്യം എത്തിച്ചേർന്നതായിട്ടാണ് കഥകളിൽ പറയുന്നത്. ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം തലശ്ശേരിയിലുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ അമ്പലത്തിൻകാല എന്ന സ്ഥലത്ത് നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ കൊല്ലം വെട്ടക്കട
ഇടവ എന്ന സ്ഥലത്ത് ഒരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. അരീക്കോട് നരസിംഹസ്വാമി ക്ഷേത്രം മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ബലികർമ്മങ്ങൾക്ക് പ്രസിദ്ധമായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഉള്ള നരസിംഹസ്വാമി ക്ഷേത്രം അളയക്കാട് നരസിംഹസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ആനേടി എന്ന സ്ഥലത്ത് പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. തൃശ്ശൂര് കടങ്ങോട് എന്ന ഗ്രാമത്തിൽ ചെമ്പ്രയൂർ നരസിംഹസ്വാമി ക്ഷേത്രമുള്ളതായിട്ട് അറിയാം. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിനകത്ത് നരസിംഹസ്വാമി വിശേഷാൽ പ്രതിഷ്ഠയോടുകൂടിയുണ്ട്. തെക്കഴത്ത് നരസിംഹസ്വാമി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ തൃക്കൊടിത്താനം, ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള തൃക്കൊടിത്താനത്ത് നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ പഞ്ചപാണ്ഡവ ബന്ധമുള്ളതായിട്ടാണ് പറയുന്നത്. അത് മഹാവിഷ്ണു ക്ഷേത്രമാണ്. നടേരി എന്ന സ്ഥലത്ത് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. 5000-ലധികം വർഷം പഴക്കമുള്ളതായിട്ടാണ് ആ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ മറ്റൊരു ക്ഷേത്രമാണ് തൂതപ്പുഴ നദിയുടെ തീരത്തായിട്ടുള്ള വാഴയങ്കട നരസിംഹസ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഐമനം നരസിംഹസ്വാമി ക്ഷേത്രവും പ്രസിദ്ധമാണ്. നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ നരസിംഹമൂർത്തിയുടെ വിഗ്രഹങ്ങളിൽ പ്രധാനമായിട്ട് ചതുർഭുജനായിട്ടാണ് ഭഗവാന്റെ മിക്ക സ്ഥലങ്ങളിലുമുള്ള പ്രതിഷ്ഠ. ഏകദേശം 42ഓളം ഭാവങ്ങളിൽ നരസിംഹമൂർത്തി ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെയേറെ പഴക്കം ചെന്ന ക്ഷേത്രമാണ് എന്റെ നാടായിട്ടുള്ള മാവേലിക്കരയിലുള്ളത്. മാവേലിക്കര മറ്റം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. വളരെയേറെ പഴക്കം ചെന്ന കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തായിട്ട് അച്ചൻകോവിലാറിന്റെ തീരത്തായിട്ടാണ് മറ്റം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മലവെള്ളപ്പാച്ചിലില് ക്ഷേത്രത്തിന്റെ തൊട്ടു മുമ്പ് വരെ മലവെള്ളം കുത്തിയൊലിച്ചു വന്നിട്ട് നരസിംഹമൂർത്തിയുടെ ശക്തി കാരണം ഈ മലവെള്ളം വഴിതിരിഞ്ഞു പോയി എന്നാണ് വിശ്വാസം. അത്രയേറെ ശക്തിയുള്ള മറ്റം നരസിംഹസ്വാമി ക്ഷേത്രം മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. എല്ലാ ഭക്തജനങ്ങളും ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നരസിംഹസ്വാമിക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാടായിട്ടുള്ള പാനകം എന്ന പ്രസാദത്തെ കുറിച്ചാണ്. ഭക്തരെ കൈവെള്ളയിൽ കാത്തു സംരക്ഷിക്കുന്ന നരസിംഹസ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും വിശേഷമായിട്ട് നമുക്ക് നടത്താവുന്ന വഴിപാടാണ് പാനകം എന്നുള്ള വഴിപാട്. നമുക്ക് പാനകം വഴിപാടിന്റെ പ്രത്യേകതയിലേക്കും മറ്റും കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. പാനകം ഇത് പറയുന്നത് പോലെ തന്നെ ഒരു പ്രത്യേകതരം വെള്ളം പോലെയുള്ള ഒരു പായസമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇതിനകത്ത് ചേർക്കുന്ന ചേരുവകളും മറ്റും നമുക്ക് പരിശോധിക്കാം. കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, ചുക്ക്, ശർക്കര ഇവ ചേർത്ത് വെള്ളത്തിൽ ചേർത്തുകൊണ്ട് വെള്ളം തിളപ്പിച്ച് വാങ്ങിയ ശേഷം ചെറുനാരങ്ങ നീര് ചേർത്താണ് പാനകം തയ്യാറാക്കുന്നത്. നരസിംഹമൂർത്തിയുടെ ശാന്ത സ്വഭാവത്തിനനുസരിച്ച് കുരുമുളക് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് പൊടികൾ ചേർത്തുകൊണ്ടും ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ നാരങ്ങാ നീര് ഒഴിവാക്കുന്ന ചില ക്ഷേത്രങ്ങളുമുണ്ട്. കഷായ തീർത്ഥം എന്നാണ് ഈ പാനകം വഴിപാടിനെ പറയുന്നത്. ഇത് ഏറ്റവും ശക്തമായിട്ട് പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഒരു കഷായമായിട്ടാണ് നമ്മളുടെ പൂർവികന്മാർ കരുതിപ്പോരുന്നത്. ഏറ്റവും അതിവിശേഷമായിട്ടുള്ള കഷായം ഭഗവാന് നേദിക്കുന്നതിലൂടെ ആ ഭഗവാൻ അത് കഴിച്ച് തൃപ്തിയായിട്ട് അത് ആ ഫലത്തെ ഭക്തരിലേക്ക് നൽകും എന്നാണ് പറയുന്നത്. അതിന്റെ ഇരട്ടിയും 100 ഇരട്ടിയും ഒക്കെ ആയിട്ട് അതിന്റെ ഫലത്തെ ഭക്തരിലേക്ക് നൽകും എന്നാണ് പറയുന്നത്. ഈ വഴിപാട് നടത്തുന്നതിലൂടെ ശത്രുദോഷത്തെ ഇല്ലാതാക്കാനും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കാനും ഒക്കെ ഭഗവാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഹിരണ്യകശുപിനെ നിഗ്രഹിച്ച് മാറുപിളർന്ന് ചോര കുടിച്ച ഭഗവാൻ വളരെയധികം കോപാകുലനാകുകയും ആ സമയത്ത് രക്തം പാനം ചെയ്തപ്പോൾ ഉള്ളിൽ അറിയാതെയൊക്കെ ചെന്നുപെട്ട മാംസത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ നീങ്ങാനായിട്ട് ഭഗവാന് പാനകം തയ്യാറാക്കി നൽകി എന്നാണ് നമ്മളുടെ കഥകളിലൊക്കെ പറയുന്നത്. ഭഗവാന്റെ ഉള്ളിൽ കിടന്ന മാംസത്തിന്റെ ദോഷവശങ്ങളെ ഇല്ലാതാക്കി ഭഗവാനെ സംരക്ഷിക്കുന്നതിനാണ് നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ പാനകം വഴിപാട് സമർപ്പിക്കുന്നത്.
അപ്പൊ അത്തരം വഴിപാട് ഭക്തൻ നടത്തുന്നതിലൂടെ ശത്രുദോഷത്തെ മാത്രമല്ല ഭക്തരുടെ ഉള്ളിൽ ചെന്ന വിഷാംശങ്ങളെ എല്ലാം നീക്കം ചെയ്ത് ആ ഭക്തനെയും അതേപോലെ തന്നെ ഭഗവാൻ സംരക്ഷിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ഭക്തൻ അതിലൂടെ നേട്ടമുണ്ടാകുന്നത്. ഒന്ന് മനഃശുദ്ധി, ദേഹശുദ്ധി, രോഗശമനം. നരസിംഹസ്വാമിയുടെ വിശിഷ്ടമായിട്ടുള്ള ഈ വഴിപാട് മറ്റു ചില ക്ഷേത്രങ്ങളിലുമൊക്കെ ഇത് പ്രസിദ്ധമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. നരസിംഹസ്വാമിക്ക് പ്രാധാന്യമുള്ളതുപോലെ തന്നെ ഈ വഴിപാട് ശാസ്താക്ഷേത്രങ്ങളിലുമൊക്കെ പണ്ടുകാലത്ത് നടത്തിയിരുന്നു. പഴയ കാലത്ത് നടന്ന് ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഭക്തന്മാർ പാനകം ഉണ്ടാക്കി അത് കുടിച്ചതിന് ശേഷമാണ് ശബരിമലയിലേക്ക് നടന്നു പോയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് കെട്ടുമുറുക്കുന്നതിന് മുമ്പായിട്ട് പാനകം തയ്യാറാക്കി അത് പാനം ചെയ്തതിനു ശേഷമാണ് മലകയറ്റം ആരംഭിക്കുന്നത്. ശാസ്താവിന് പ്രിയങ്കരമായതുപോലെ തന്നെ ഇത് മൂകാംബിക ദേവിക്കും പാനകം പ്രിയങ്കരമാണ് എന്നാണ് പറയപ്പെടുന്നത്. മൂകാംബിക ക്ഷേത്രത്തിൽ ദേവിക്കായിട്ട് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം പാനകം നേദിക്കുന്ന പതിവുമുണ്ട്. അവിടെ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം പാനകം ലഭിക്കുകയും ചെയ്യും. അതിവിശിഷ്ടമായിട്ടുള്ള ഒരു കഷായമാണ് എന്ന് പറഞ്ഞു നമ്മളുടെ പൂർവികർ. നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഇത് ഭഗവാനിലേക്ക് എത്തിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഭഗവാനിലൂടെ നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും നമ്മളുടെ ദോഷങ്ങളെ ഇല്ലാതാക്കാനും വേണ്ടി പൂർവികർ ചെയ്തിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഈ വഴിപാടിനെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടത്തുന്ന ഏതൊരാൾക്കും അതേ ഫലം ഭഗവാൻ നൽകും. ഭക്തരെ ഭഗവാൻ കൈവളയിൽ കാത്തു സംരക്ഷിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല. എല്ലാവരും ഒരിക്കലെങ്കിലും പാനകം വഴിപാട് നേർച്ചയായിട്ട് നടത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.